So hello guys, welcome back to the video. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അണ്ടർ 25,000 റുപ്പീസിൽ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ആണ്. സോ സമയങ്ങളെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ അടിച്ച് വെച്ചേക്കുക. ഇനി എങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടതെന്നുള്ളത് കമന്റ് ചെയ്യുക. ഈ ഒരു 25,000 റുപ്പീസ് ബഡ്ജറ്റ് റേഞ്ച് എന്ന് പറയുന്നത് ഒരുപാട് നോക്കുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ചാണ്. ഈ ഒരു 50,000 റുപ്പീസ് 20,000 റുപ്പീസ് ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ ഉള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അതും കൂടെ കയറി കണ്ടു നോക്കുക. അപ്പോൾ സമയങ്ങളെ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ഇതിൽ അഞ്ചാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടേതാണ്. പോക്കോ X6 Pro 5G. ഒരു നല്ല പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ പെർഫോമൻസിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വാങ്ങിക്കാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പോക്കോ X6 Pro 5G നോക്കാവുന്നതാണ്. അത്യാവശ്യം ഒരു കിടിലം പെർഫോമൻസ് ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.67 ഇഞ്ചസിന്റെ AMOLED ഡോട്ട് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ്. 1800 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. HDR10+ ഒക്കെ സപ്പോർട്ട് ഉണ്ട്. ഇനി പ്രോസസറിലേക്ക് വരുമ്പോൾ നമ്മുടെ MediaTekന്റെ Dimensity 8300 Ultra എന്ന് പറയുന്ന പ്രോസസറാണ്. അത്യാവശ്യം ഒരു കിടിലം പെർഫോമൻസ് തരുന്ന ഒരു പ്രോസസറാണ്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 64 മെഗാപിക്സലിന്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ കൈയൊക്കെ ഷേക്ക് ആയാലും ഫോട്ടോ സ്റ്റഡി ആയിട്ടൊക്കെ കിട്ടും, കാരണം OIS ഉണ്ട്. പിന്നെ നമ്മുടെ 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡും 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോയാണ് വരുന്നത്. 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് ഒരു 20K ബഡ്ജറ്റ് റേഞ്ച് തൊട്ട് മുകളിലുള്ള എല്ലാ സ്മാർട്ട് ഫോൺസിലും 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 4K വീഡിയോസ് 30 FPS കിട്ടുന്നുണ്ട്. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 67 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+128GB ROM വേരിയന്റ് 25,999 റുപ്പീസ് ആണ്. 25,999 രൂപ. അപ്പം 26,000 രൂപയ്ക്ക് ഈ സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. നമ്മുടെ ലിസ്റ്റിൽ നാലാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നത്തിങ്ങിൻ്റെതാണ്. നത്തിങ് ഫോൺ 2A. ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഒരു ക്ലീൻ UI കിട്ടും. അത്യാവശ്യം ഒരു നോർമൽ പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ ബാക്കിൽ നമ്മുടെ ആ ഒരു ഗ്ലിഫ് ഇന്റർഫേസ് ലൈറ്റ് എത്തുന്ന പരിപാടി അതൊക്കെ ഉണ്ട്. പിന്നെ ഡിസ്പ്ലേയിലെ ചുറ്റിലുള്ള ആ ഒരു ബെസൽസ് കുറവാണ്. ഡിസ്പ്ലേ ഒക്കെ ഇത്തിരി വലുതായിട്ടൊക്കെ തോന്നും. 25,000 റുപ്പീസ് ആണെന്ന് തോന്നില്ല. അല്പം കൂടെ ഒരു കൂടിയ സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഫീൽ ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കുമ്പോൾ തോന്നും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.7 ഇഞ്ചസിൻ്റെ ഫ്ലെക്സിബിൾ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 30 to 120 ഹെർട്സ് വരെയുള്ള അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അതായത് റിഫ്രഷ് റേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന പരിപാടി. പിന്നെ 1300 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekന്റെ Dimensity 7200 Pro ആണ്. സോ അത്യാവശ്യം ഒരു നോർമൽ പെർഫോമൻസ് ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഡേ ടു ഡേ ടാസ്കിനൊക്കെ അത്യാവശ്യം കൊള്ളാം. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 50 മെഗാപിക്സലിന്റെ തന്നെ വേറൊരു ക്യാമറയും 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെയും 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 45 വാട്ട്സിന്റെ ചാർജിങ് ആണ്. പിന്നെ ബോക്സിനകത്ത് ചാർജർ ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ വെളിയിൽ പോയി വാങ്ങിക്കേണ്ടി വരും. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. പിന്നെ IP54 വരുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+128GB ROM വേരിയന്റ് 23,990 റുപ്പീസ് ആണ്. 23,990 രൂപ. 24,000 റുപ്പീസിന് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാവുന്നതാണ്. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് OnePlusൻ്റെതാണ്. OnePlus Nord CE4. ഒരു ഓൾറൗണ്ടർ ആയിട്ട് പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അത്യാവശ്യം ഒരു കിടിലം പെർഫോമൻസ്, അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റി, ഇത്തിരി കൂടിയ ബാറ്ററി ഒക്കെ വരുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.7 ഇഞ്ചസിന്റെ Full HD+ AMOLED Pro XDR ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ്. 1100 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ Snapdragonന്റെ 7 Gen 3 ആണ്. സോ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു ഡീസെന്റ് ആയിട്ടുള്ള ക്യാമറ ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ 8 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡും 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെയും നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. 5500 mAh ബാറ്ററിയാണ്. അല്പം ഇത്തിരി കൂടിയ ബാറ്ററിയാണ്. 5000 mAh അല്ല, ഇത്തിരി കൂടിയ ബാറ്ററിയാണ്. പിന്നെ 100 വാട്ട്സിന്റെ സൂപ്പർ വൂക്ക് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, LPDDR4X+ CFS 3.1 വരുന്നത്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+128GB ROM വേരിയന്റ് 24,998 റുപ്പീസ് ആണ്. 24,998 രൂപയൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പോൾ 25,000 രൂപയ്ക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാവുന്നതാണ്. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് iQൻ്റെതാണ്. iQ Z9S Pro. iQ Z9S അല്ല, S Pro കണ്ടു കഴിഞ്ഞാൽ നമുക്ക് iQ12 ആയിട്ട് സിമിലാരിറ്റി തോന്നും. അപ്പം iQ12ലേക്ക് ഇരിക്കുന്ന ഒരു ലുക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. സോ നിങ്ങളൊരു ലുക്കുള്ള സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ഒരു കിടിലം പെർഫോമൻസും ഒരു കിടിലം ക്യാമറ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഈ ഒരു 25,000 റുപ്പീസ് ബഡ്ജറ്റ് റേഞ്ചിൽ ഉറപ്പായിട്ട് ഒരു ഓൾറൗണ്ടർ ആയിട്ട് പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.77 ഇഞ്ചസിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്.
ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 3 ആണ്. നേരത്തെ കണ്ട നമ്മുടെ OnePlus Nord CE4 കണ്ട സെയിം പ്രോസസ്സർ സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 3. സോ അത്യാവശ്യം ഒരു കിടിലം പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 MP OIS സപ്പോർട്ടുള്ള ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കൈ ഷേക്ക് ആയാലും ഫോട്ടോ സ്റ്റഡി ആയിട്ട് കിട്ടും, കാരണം OIS കൊടുത്തിട്ടുണ്ട്. 5500 mAh ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ. ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 128GB ROM വേരിയന്റ് 24,999 rupees ആണ്. യെസ്, 25,000 rupees. ₹1 കുറച്ച് തന്നിട്ടുണ്ട്. 25,000 rupees ബഡ്ജറ്റ് റേഞ്ചിൽ ഉറപ്പായിട്ടും പരിഗണിക്കാവുന്ന ഒരു ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ് നമ്മുടെ ഈ ഒരു iQOO Z9s Pro. അപ്പോൾ നമുക്ക് അവസാനത്തെ സ്മാർട്ട് ഫോണിലേക്ക് പോകാം. നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ സ്മാർട്ട് ഫോൺ, ദ ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ മോട്ടോയുടേതാണ്. മോട്ടോ H50 Fusion. ഒരു കിടിലം പെർഫോമൻസ് ഒക്കെ തരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ നല്ല ബാറ്ററി ബാക്കപ്പ് ഒക്കെ കിട്ടും. അത്യാവശ്യം ഒരു കിടിലം ക്യാമറ ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരും 6.7 ഇഞ്ചസിന്റെ ഫുൾ HD+ POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. 120 ഹെർട്സ് അല്ല, 144 ഹെർട്സ്. നമ്മുടെ വലിയ വ്യത്യാസമൊന്നും പറയാനില്ല. 1600 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 2 ആണ്. സോ അത്യാവശ്യം ഒരു കിടിലം പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 MP OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഈ 20,000 rupees ബഡ്ജറ്റ് റേഞ്ച് തൊട്ടുള്ള എല്ലാ സ്മാർട്ട് ഫോൺസിലും OIS-ന്റെ സപ്പോർട്ടൊക്കെ കാണും. 50,000 rupeesലും ചില സ്മാർട്ട് ഫോൺസിലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ OIS-ന്റെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ 13 MP വൈഡ് ആംഗിൾ ആണ് വരുന്നത്. 32 MP സെൽഫി ക്യാമറയാണ്. ഇവിടെയും നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറയെന്നും ബാക്ക് ക്യാമറയെന്നും. അപ്പോൾ 2 ക്യാമറയൊന്നും 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അത് കൊള്ളാം. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 68 വാട്ട്സിന്റെ ടർബോ ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. 3 വർഷത്തെ OS അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും അവർ തരുന്നുണ്ട്. IP68 വരുന്നത്. കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ. പിന്നെ ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ബൈ നമ്മുടെ Dolby Atmos. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ 8+ 128GB ROM വേരിയന്റ് 23,985 rupees ആണ്. ഒരു കിടിലം ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്. സോ ഒരു നോർമൽ പെർഫോമൻസ്, ഒരു കിടിലം ക്യാമറ ക്വാളിറ്റി, അത്യാവശ്യം ഒരു കിടിലം ബാറ്ററി പെർഫോമൻസ് ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു മോട്ടോ H50 Fusion നോക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ iQOO Z9s Pro ഒരു നല്ല ചോയ്സ് ആണ്. ഓക്കെ, OnePlus Nord CE4 ഒരു കിടിലം സ്മാർട്ട് ഫോണാണ്. പക്ഷേ പെർഫോമൻസിന് കൂടുതൽ ഇത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പോക്കോയുടെ X6 Pro 5G നോക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് 25,000 rupees ബഡ്ജറ്റ് റേഞ്ചിൽ താഴെ വാങ്ങാവുന്ന 5 സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇനി എങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടതെന്നുള്ളതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതുപോലെ മറ്റു വീഡിയോയിൽ കാണും വരെ ബൈ.